കേശുകുഞ്ഞുങ്ങളുടെ ദക്ഷിണമേഖല ലഹരി ക്യാമ്പിൽ സ്വയം മണ്ടയടിച്ച് കീറൽ പരിശീലന കളരിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് സംസ്ഥാന അമ്മാവൻ അലൂഷ്യസ് സേവ്യർ പൊട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ വന്നു അമ്മാവ? അത് ഒന്നുകൂടി പറഞ്ഞ്. കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് ശരി, ചിലർ കിടന്നാണ് വന്നതത്ര, മറ്റു ചിലർ ഇഴഞ്ഞു വന്നു എന്നും പുറത്ത് കരക്കമ്പിയുണ്ട്. സ്വാഭാവികമായിട്ട് ലഹരി ക്യാമ്പിലാകുമ്പോൾ കിടന്നും ഇഴഞ്ഞും ഇരുന്നും നിരങ്ങിയൊക്കെ ആൾക്കാർ വരും, സ്വാഭാവികം. എന്നിട്ട് ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണെന്ന് എങ്കിൽ ശരി, അമ്മാവന് ആ അടുക്കും ചിട്ടയുള്ള ലഹരി ക്യാമ്പൊന്ന് നേരെ ചൊവ്വെ കാട്ടിത്തരാം. കണ്ടാ മോനെ, ആ നല്ല ഡിസിപ്ലിനുള്ള ക്യാമ്പ് എങ്ങനെയാണ് അരങ്ങേറിയത്. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അടുത്തത് അമ്മാവന്റെ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ചുവടുവയ്പ് എങ്ങനെയെന്നല്ലേ ദേ കണ്ടേ. ഇതായിരുന്നു അമ്മാവൻ്റെ സംഘത്തിൻ്റെയും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ചുവടുവയ്പ്. എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? 4 എണ്ണം കടുപ്പത്തിൽ കയറി ആരും തുള്ളിപ്പോവും. അത് പോട്ടെ, ഇനിയിപ്പോൾ ക്ലൈമാക്സ് കൂടെ പറഞ്ഞു നിർത്തമാവോ, വലിച്ചു നീട്ടി വെറുതെ സമയം കളയല്ലേ. കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ, അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിംഗിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളുടെ ശ്രദ്ധ തിരിക്കാനത്ര വല്ല കള്ളും കഞ്ചാവും വാങ്ങിച്ചടിച്ച് ലഹരി ക്യാമ്പ് നടത്തിയിട്ട് അവിടെ പോയി പരസ്പരം തമ്മിലടിച്ച് തല പൊട്ടിച്ചിട്ട് അത് വാർത്തയാകുമ്പോൾ സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളിൽ നിന്ന് വഴിതിരിക്കാനാണത്ര. കഞ്ഞിക്കുഴി സ്കൂളിൽ നിന്നുള്ള നല്ല 916 അമ്മാവൻ തന്നെ സുധാകരൻ്റെ അതേ ബെഞ്ചിരുന്ന് പഠിച്ചെങ്കിൽ എന്ത്, അതേ ബുദ്ധിയും കൂടെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പോ മൈ ഡിയർ സതീശ എന്നായനെ. എന്തായാലും കേശുകുഞ്ഞുങ്ങളുടെ ഭാവി ശോഭനമാണ്. ഈ മണ്ട പോയ അമ്മാവനെയും കൊണ്ട് ഈ ന്യായീകരണവും കൊണ്ട് ചെന്ന് ഈ സംഘടന എവിടെ എത്തുമെന്ന് ഇപ്പം തന്നെ നമുക്ക് വിധി എഴുതാൻ പറ്റും. വരും കാലങ്ങളിൽ എപ്പോൾ ചെവരി തൂങ്ങുമെന്ന് മാത്രം നോക്കിയാൽ മതി.